നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് നിൽക്കണേ. മോൻ എപ്പോഴും ഇങ്ങനെയാണോ? ഞങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നത് പോട്ടെ, നിങ്ങളോടും ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിക്കുന്നത്. അതെ, അവനെ എന്നോട് സംസാരിക്കുന്ന രീതി അങ്ങനെ തന്നെയാ. അത് അവന് ദേഷ്യമൊന്നുമില്ല, അവന് ശീലം കൊണ്ടുള്ളൊരു സ്വഭാവ. അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കിതൊരു വല്ലായ്മയായിട്ടാ തോന്നിയത്. ഹരിയെ, അവന് എന്റെ മോനൊന്നുമല്ല, എന്റെ മരുമകനാ, എന്റെ പെങ്ങളുടെ മോനാ. അതുപോലെ തന്നെ എന്റെ മോളുടെ ഭർത്താവുവാ. മോന് അവള് ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാന് അന്വേഷിക്കാറുമില്ല. എന്നെയും അവനെയും ആ പാവപ്പെട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളൊന്ന് ഇറങ്ങിപ്പോയതാ. എന്നെ സംബന്ധിച്ച് അവള് മരിച്ചു. അവളെ ഇറങ്ങിപ്പോയത് മുതല് അവൻ ജീവിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാ. കുഞ്ഞിനെയോ എന്നെയോ അവ ഇതുവരെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണിക്കുന്ന ദേഷ്യം, അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനേ അവനെ കൂടെ കൂടെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും. ചില ആലോചനകളും അങ്ങ് നടത്തും. അത് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നേ. അപ്പൊ അതാണ് കാര്യം. ദേഷ്യപ്പെടാനൊന്നും അവനറിയില്ല. കാണുന്നവരൊക്കെ സ്വന്തം കുടുംബം പോലെ കണ്ടോണ്ടിരുന്നവനാ. അങ്ങനൊരു പഴയകാലം അവനുണ്ടായിരുന്നേ. ഇപ്പോ ഇങ്ങനെയൊക്കെ ആവും തലയിലെഴുതിയിരിക്കുന്നേ. എന്തായാലും ശ്രമം ഉപേക്ഷിക്കണ്ട. ഒരു വിവാഹം കഴിച്ച് ഒരു പെണ്ണ് വരുമ്പോ ഇതൊക്കെ മാറും. രണ്ടാം കല്യാണമല്ലേ, ആളുകൾ നോക്കുമ്പോ അതൊരു കുറവ് തന്നെയാ. ആരാ വരികയെന്നറിയില്ല. പത്മ ടീച്ചറിനെ പോലത്തെ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ഉറപ്പിച്ചെന്നെ. അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ? ദൈവം തീരുമാനിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.